ഹായ് ഫ്രണ്ട്സ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറഞ്ഞാൽ കേരളീയർക്കും ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും ശരി, കേരളീയർക്ക് അതെന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ്. മഴക്കാലമായാലും ശരി, വേനൽക്കാലമായാലും ശരി, നമ്മളെല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മുല്ലപ്പെരിയാർ. അതിപ്പോൾ നമ്മൾ പല ആൾക്കാരും പറയും മുല്ലപ്പെരിയാറിന് കുഴപ്പമൊന്നുമില്ല, ബ്രിട്ടീഷുകാർ പണിതതാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം എന്നുമുണ്ട്. ഓരോ മഴക്കാലം വരുമ്പോഴും എല്ലാവരും ഭയത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇത് സുർക്കിയിൽ പണിതതാണ്, ബ്രിട്ടീഷുകാർ പണിതതാണ് എന്നൊക്കെ പറഞ്ഞാലും എല്ലാത്തിനും ഒരു കാലാവധി ഉണ്ട് എന്നുള്ളൊരു സത്യം അറിയുന്ന ആളുകൾക്ക് അതെന്നും ഭയം തന്നെയാണ്. അല്ലാത്തവർ പറയുമായിരിക്കും ഒരു കുഴപ്പവുമില്ല എന്ന്. പക്ഷെ കുഴപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അപ്പോൾ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പറയുന്നത്. ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവരെ കൊണ്ടാവുന്ന രീതിയിൽ പല പല മേഖലകളിൽ ഉള്ള ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ആവശ്യപ്രകാരം ഡാം ഒന്ന് ചെക്ക് ചെയ്യുകയും അതുപോലെ കാഴ്ചയിൽ കുഴപ്പമില്ല എന്നുള്ള റിപ്പോർട്ട് വന്നതൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും 12 മാസം, ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഡാം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം എന്നുള്ളൊരു കാര്യം നമ്മളെല്ലാം അറിഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന കാര്യം, ഇപ്പോഴുള്ള മേൽനോട്ട സമിതിയെ പിരിച്ചുവിട്ടു. പുതിയ മേൽനോട്ട സമിതി, അതായത് 7 അംഗ സംഘങ്ങളെയാണ് നിയമിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷാ സംവിധാനം പരിശോധിക്കാനായിട്ട് നിലവിലുള്ള അംഗങ്ങളെ മാറ്റിയിട്ട് പുതിയ 7 അംഗ സംഘങ്ങളെ നിയമിക്കാനാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാനെയാണ് സമിതിയുടെ അധ്യക്ഷനായിട്ട് നിയമിച്ചിരിക്കുന്നത്. പുതിയ സമിതിയിലുള്ള 7 അംഗങ്ങളിൽ പുതിയ ഉത്തരവ് അനുസരിച്ച് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ അതിലംഗങ്ങളായിരിക്കും. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ കാവേരി സെല്ലിന്റെ ചെയർമാൻ, കേരളത്തിലെ ഇറിഗേഷൻ വകുപ്പിന്റെ ചെയർമാനും സമിതിയിൽ അംഗങ്ങളായിരിക്കും. ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി തവണയാണ് കേരളം കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു കാര്യം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് ഡാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, 2011 മുല്ലപ്പെരിയാർ ഡാമിൽ സുരക്ഷാ പരിശോധന നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ പ്രധാന അണക്കെട്ടുകളെല്ലാം തന്നെ 10 വർഷത്തിലൊരിക്കൽ ഡാം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കണം. ഇത് 2011 ശേഷം 13 വർഷത്തോളമായി. അപ്പോൾ ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണമെന്നെല്ലാം പറയുന്നുണ്ട്. നമ്മളെല്ലാം മനസ്സിൽ വിചാരിക്കുന്നത് പോലെ തന്നെ അന്നും ഞാൻ പറഞ്ഞതാണ്, അത് തന്നെ എനിക്ക് പറയാനുള്ളൂ, എന്നും അത് തന്നെ പറയാനുള്ളൂ. നല്ല രീതിയിലുള്ള റിപ്പോർട്ട്, നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഒരു റിപ്പോർട്ട് തന്നെ സമർപ്പിച്ച് വേണ്ട രീതിയിലുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. ഇനിയും മഴക്കാലം വന്നാലും വേനൽക്കാലം വന്നാലും ഇങ്ങനെ പേടിച്ചും ഒക്കെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ അത് അനുഭവിക്കുന്നവർക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. പുറമേയുള്ള കാഴ്ചക്കാർക്ക് അതൊരു എന്താ പറയുക, ചിലവർക്ക് കാഴ്ച വസ്തുവാണ്. പക്ഷെ അത് ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാത്തവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പുച്ഛമായിരിക്കും. സാരമില്ല, എന്താണെങ്കിലും ഞാൻ ഇതിന് മുന്നേ ഇതിനെക്കുറിച്ച്, മുല്ലപ്പെരിയാറിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയൊരു ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേഷൻ ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ എല്ലാവരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ 100 അടിയിൽ താഴെ ജലനിരപ്പ്, ഉടൻ തന്നെ ജലനിരപ്പ് കുറയ്ക്കുക എന്നുള്ളൊരു ആവശ്യം നമ്മൾ കുറേ നാളായിട്ട് പറയുന്നതാണ്. എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതിന് ഒരു തീരുമാനമായിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിന് തീരുമാനം ഉണ്ടാവട്ടെ. ആരുടെയും വെള്ളം കൂടി മുട്ടിക്കാനും വേണ്ടിയിട്ടില്ല. പക്ഷേ ഇത്രയും ആളുകളുടെ, ജനങ്ങളുടെ ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ കേരളത്തിൻ്റെ ഭാവി തലമുറയ്ക്കും എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു നടപടി എത്രയും വേഗം തന്നെ ഉണ്ടാവട്ടെ. ഇപ്പോൾ ഈ 7 അംഗസമിതിയിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റിപ്പോർട്ട് കിട്ടട്ടെ. അതുപോലെ ഇനിയും പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കുറച്ച് നാളത്തെ വീഡിയോസൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ്. കാരണം നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് വീഡിയോ ചെയ്തത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനോ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.